വിവാദങ്ങളുടെ തുടക്കം ഇവിടുന്നാണ്. സൽമാൻ ഒരു സ്റ്റെതസ്കോപ്പും ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 സിറിഞ്ചും വാങ്ങിക്കൊടുത്തു. അല്ല ശരിക്കും ഡോക്ടർ ആയിക്കോ. ഇതൊക്കെ എവിടുന്ന വാങ്ങി? ചെറുപ്പശ്ശേരിന്നോ? ഇതെന്താ സൂചി എടുത്ത് കളഞ്ഞ ഇതും വാങ്ങിക്കോളൂ. ഇതാരി കുത്താനാ? ഇതാരെ കുത്താനാ? അതെ ഡോക്ടർക്ക് ഇങ്ങനെ കുത്താനാ? ഇതൊക്കെ വാങ്ങിക്കണോ? എന്താ എന്താ ഡോക്ടർക്ക് സൂചി പറ്റൂലേ? മുങ്ങിയേ വെറുതെ എന്നപ്പോ മുങ്ങി. അങ്ങനെ ഞാനും സൽമാനും തമ്മിലുള്ള പൊട്ടലും ചീറ്റലും തുടങ്ങി. കാരണം ഞാനാണ് അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. വേറുണ്ട് ഇതെന്തായാലും കുത്തുന്നു തോന്നല്ലോ. വേറുണ്ട് മനെ ഇത് കണ്ടത്. ഇത് വേണ്ട. ഇത് കുട്ടികളെ മേത്തേട്ട് ചോര വരും. സൂചി ശരിക്കുള്ള സൂചിയാണിത്. സ്കൂള് പോയി കുട്ടികളെ നേരം കുട്ടികളെടുത്ത് കഴിച്ച കുട്ടികളെ മേത്ത് കുട്ടികളൊന്നും കുത്തൂലാന്ന്. ഇത് ഒഴിവാക്കി എടുത്ത് കളയട്ടെ. ഇത് കളയട്ടെ. ഇത് മതി എനിക്ക്. ഇനി ശരിക്കും ഡോക്ടർ ആയിരുന്നപ്പോ എന്റെ വിചാരം ഇതൊന്നും ആയിട്ടില്ല. ഇത് മേത്ത് തട്ടു. ഇത് ഇവിടുന്ന് കുഞ്ഞാധാരം വാങ്ങി കുത്താരോ വാങ്ങി തന്ന്. സൂചി ധാരം വാങ്ങി തന്ന്. എടാ ധാരം വാങ്ങി തന്നോ? എത്ര പെട്ടെന്ന് ഒരു നുണ കണ്ടുപിടിച്ച് അത് വാങ്ങിക്കൊടുത്ത ആള് ഞാനാ. പക്ഷെ സൽമാൻ പറയുന്നത് മൊയ്തിയാണെന്നാ. അതെന്തുകൊണ്ടെന്ന് അറിയോ? സൂചി എടുത്ത് കളയണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങി തന്ന സിറിഞ്ച് ഇങ്ങോട്ട് തന്നെ തിരിച്ച് ആയോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരു കാരണം, ഒരു നുണയാണ്. മൊയ്തീനാണ് വാങ്ങി തന്നതെന്ന്. ഒറിജിനലാണേ. ഇത് ഒറിജിനലാണേ. ഇതേ അതേന്ന് എന്ത് ഫാൻസിയാലും ഇത് ഒറിജിനലാണ്. ഏയ് ഇതിന് ഇതൊക്കെ വരുന്നുണ്ട്. ചർക്കി ഇതൊക്കെ വരുന്നുണ്ട്. അതിന്റെ ഉള്ളില് ഇതിന്റെ ഉള്ളില് സ്പീക്കർ എന്തോ ഉണ്ട്. ഒറിജിനലൊന്നും അല്ല അല്ലേ? അടിയിറ്റ് കണ്ടാ ശരിക്കും ഒറിജിനൽ കണ്ട. കൊറേ കാലായി ഞാനൊന്ന് ഡോക്ടറാണെന്ന് വിചാരിച്ചു. നോക്കാ എന്ത് രോഗട്ടെ വിളിച്ചോടി. കുടിയിൽ വന്ന് ചികിത്സിച്ചു. എടുത്തു. സൽമാനെ ഡോക്ടർ മുങ്ങിയോ? ജയ് ജീന് പോരെ. നീ ഞാനപ്പെടുത്ത ഡോക്ടർ തെറ്റിക്കണേ. തെറ്റിയേ സൂചി എടുത്തീനപ്പോ തെറ്റിക്കണതേ. ഇത് ഡമ്മിയാണല്ലേ? കുറെ കാലായി ഞാനൊന്ന് ഡോക്ടറാണെന്ന് വിചാരിച്ചിട്ട്. അടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പതി തെറ്റിട്ടോ. അതിന് വിശ്വാസമല്ല. സൽമാന്റെ കുപ്പിമരുന്ന് എടുത്തിട്ടാണ് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിറിഞ്ചിക്ക് വരുന്നത്. മറ്റാളവിടെ തെറ്റിട്ടോളി കട്ട കലിപ്പായി. ഉണ്ടപ്പാനോട് വല്ലാണ്ട് ദേഷ്യമില്ല, എന്നോടാണ് ഭയങ്കര ദേഷ്യം. കാരണം ഞാനാണ് സൂചി എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നത്. തെറ്റിയോ? ഡോക്ടർ കരഞ്ഞിട്ടാ പോണു. ഈ സൂചി എടുത്ത് കളയണ്ട. അതിന് തെറ്റിക്കോട്ടെ. വേറെയൊന്നുണ്ട്. അതാ കാണിച്ചു തരും. കോയിലെടുത്തു. കോയിനെ സൂചി വെച്ചാലോ? മനെ കോയിനെ സൂചി കൊടുത്താലോ? കോയിനെ സൽമാൻ എന്തൊക്കെയാ പിച്ചുംപായും പറയുന്നുണ്ട്. സൂചിയാണേ. എന്നോട് തെറ്റുകയും ചെയ്തു. വീഡിയോയിൽ ഇനി വരൂലെന്നും പറഞ്ഞു. എന്നാൽ ഞാനെങ്ങാനും സൂചി എടുത്ത് കളിയുന്നുണ്ടോയെന്ന് ഇടക്കിടക്ക് വന്ന് നോക്കുന്നുണ്ട് ആശാനി. എന്നോട് മിണ്ടാൻ പറ്റില്ലല്ലോ. അത് കാരണം ഉണ്ടപ്പായി വഴി എന്നെ ഒഴിവാക്കുക. മൈക്കൊക്കെ തന്നു. തെറ്റി. ആള് തെറ്റിക്കണു. മൈക്കൊക്കെ തന്നു. മനെ തെറ്റിയാലും കുഴപ്പമില്ല. സൂചി വെച്ചിട്ടുള്ള കളിക്കില്ല. അത് കുട്ടികളെ മേത്ത് തട്ടും. വീഡിയോ നിന്റെ മോനിലല്ലേ? വീഡിയോ എന്റെ മോനിലല്ലേ എടുക്കണ്? ഡോക്ടർ തെറ്റി. ഇത് തെറ്റിയാലും കുഴപ്പമില്ല. ഇന്നോട് 2 ദിവസം തെറ്റിക്കും, എന്നാലും കുഴപ്പമില്ല. അത് കുട്ടികളെ മേത്ത് തട്ടൂലേ? വീഡിയോ എടുക്കും. കലിപ്പ് കൂടി വരികയാണ് ടോളി. ഡോക്ടർ തെറ്റിയേ. എന്തൊപ്പിച്ചിന്? ഞാൻ ഇന്നലെ ഇത് വാങ്ങുമ്പോ അല്ലല്ല ഉണ്ടപ്പയ്യേ
ഉവാവിന് വിളിച്ചോ മൊയ്തീനോ വിളിച്ചോ ഇത് വാങ്ങി തന്ന ആള് ഞാനാ ഇത് ഇഞ്ചക്ഷൻ സിറിഞ്ചും വാങ്ങി തന്നത് ഞാനാണ് സ്റ്റെതസ്കോപ്പ് വാങ്ങി തന്നത് ഞാനാണ് സ്റ്റെതസ്കോപ്പ് അതാ ഫോട്ടോ എടുത്തുകൊണ്ട് തരാം മെയ്തിക്ക് നമ്മളെ രണ്ടാളും കംപ്ലൈന്റ് ചെയ്യാന് അതാ സാബിയെ അത് പിടിച്ചിക്ക് ഓ ആർക്കാച്ചെങ്കിൽ വിട്ടു കൊടുക്കട്ടെ ആ ആ ആ ഞങ്ങള് സിറിഞ്ച് എടുത്തുകൊണ്ട് വരാം അപ്പൊ ഇന്നലെ ഞാൻ വാങ്ങി തരുമ്പോ എന്താ എന്നോട് പറഞ്ഞ് ആ സൂചി കളയണം എന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞോ ഞാൻ പറയട്ടെ അല്ല കഴിഞ്ഞു നിർത്തി ഇന്റെ ഒപ്പമുള്ള എല്ലാ ഇടപാടും നിർത്തിന്ന്. ഇന്നലെ ഞാനല്ലേ ഈ നിക്ക് ഇന്നലെ ഞാനല്ലേ ഇത് വാങ്ങി തന്ന് ചെവിയില് കുത്തിയിട്ട് സ്റ്റെതസ്കോപ്പ് ഞാനല്ലേ വാങ്ങി തന്ന് സിറിഞ്ച് ഞാനല്ലേ വാങ്ങി തന്ന് ഞാൻ പറയണത് ആ ഓന്റെ അടുത്ത് വേറെ ഒന്നും ഉണ്ട് അത് മേത്തി കേട്ടോ ഇത് പറയണേക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയാം വാങ്ങണ്ടോന്ന് ഇത് ഞാൻ വാങ്ങി വെള്ളം വെള്ളതാക്കണമെങ്കിൽ ഈ സൂചി കളയണം അതിനാണ് സൂചി കളയണമെന്ന് ഇന്നലെ വാങ്ങി തന്നപ്പോ എന്നോട് ഞാൻ പറഞ്ഞു ഹലോ ഞാൻ പറയണേക്ക് ഒരു കാര്യം ഇന്നലെ ഞാനിത് വാങ്ങി തരുമ്പോ എന്നോട് പറഞ്ഞു സൂചി കളയുന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങി തരുള്ളൂ പറഞ്ഞപ്പോ ഓക്കെ എന്ന് വെച്ച് കാരണം പറഞ്ഞോ ഇന്നലെ ഞാനത് വാങ്ങി തരുമ്പോ കുട്ടികളങ്ങനെ കാറ്റിയെ തന്നെ കൊള്ളും അത് സൂചിയാണ് പിന്നെ ഇത് എന്തിനാ വാങ്ങിക്കണ് ഇത് കുത്താനല്ലേ വാങ്ങിക്കണ് കോളന്റെ കാട്ടിന് നോക്കട്ടെ അങ്ങനെ ഒന്ന് കൊടുക്ക് എന്താ ഇതുകൊണ്ട് കാട്ട ഉദ്ദേശിക്കണ ഈ കലിപ്പ് മൂഡിലാണെങ്കിലും ഉണ്ടപ്പായി സിറിഞ്ച് കൊണ്ട് ഇഞ്ചക്ഷൻ ചെയ്തു വെള്ളം മേലക്കാക്കി അത് തുടച്ചെടുക്കുക. അല്ല അങ്ങനെ വേണ്ട അതാണ് പറഞ്ഞത് വേണ്ട അല്ലല്ല ഉമ്മനെ സൂചി കളയണം സൂചി കളയാതെ ഒരു പരിപാടി ഇല്ല വേണ്ട അത് കുത്തി കഴിഞ്ഞാലേ വരുത്താകാതെ കുത്തി തരാൻ പറയുന്നത് പക്ഷെ വരുത്താവും ആ ചെറിയ കുട്ടികളെ എന്റെ രോഗിയാണ് ഫുള് ഞാൻ കുട്ടികൾ സ്കൂളിൽ എന്തായിക്കോട്ടെ ചോര വരും ആ കളിക്ക് ഞാനല്ല അത് തെറ്റിക്കോ ഒരു കുഴപ്പമില്ല ഞാൻ വെക്കാണേക്കും വെക്കാണേക്കുന്നു ഓന്റെ അടുത്ത് പൈസ ഉണ്ട് ഇത്ര നിങ്ങൾ വാങ്ങിക്കോ ഞാനല്ല കേട്ടോ ഉണ്ടപ്പോ ഞാനല്ല ഈ കളിക്ക് ഞാനല്ല രാത്രി സൂചിയില്ല അതന്നെ പറയണേ ഈ സൂചി എടുത്ത് കളയണം ആ സൂചി എടുക്ക് ഞങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാം ഇങ്ങോട്ട് വേറൊരു കാര്യം കാണിച്ചു തരാം എന്താ ഇതിന്റെ മേലത്തെ സൂചിയുടെ ഇതുകൊണ്ട് ഊര് ടോപ്പ് മാത്രം ഊര് മരുന്ന് കുടിച്ച പെണ്ണേ ആ സൂചി ഇല്ലേ ആ സൂചി ആ റൂട്ടിക്ക് കളെ ഇല്ല അതൊന്നും കിട്ടൂല അത് കളെ അത് വേണ്ട ഉസാബി അത് വിചാരിക്കണ പോലെയല്ല ഇതുണ്ട് പൈസ അത് കുഴപ്പമില്ല ഇതൊരു അല്ല അത് കളഞ്ഞോ അതിന് തെറ്റിക്കോട്ടെ അതിന് കുഴപ്പമില്ല സാബിയെ വേണ്ട വല്ല കുട്ടികൾ
അതെന്തെന്നേ ഹലോ ഇവിടെ ഈർക്കിലേട്ട് അടക്കം നിരമ്പുമേ കുത്തുന്നാ പറഞ്ഞു. സീരിയസ് ആയിക്കുക ഏഹ് ഇത് സംഭവം serious എന്നാ ഇത് വെച്ചോ, എന്നാ ഇത് പിടിച്ചോ. ദാ. ഇതിന്റെ വേറൊന്നും ഞാൻ വാങ്ങി കൊടുത്തുക്കണേ, അതിപ്പോ സൂചി ഉണ്ടെന്ന് അറിയണേ. അടിക്കാം സൂചി ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുന്ന രോഗികളൊക്കെ ഞാൻ മുടക്കും. ആ അജ്ജ് കിഞ്ഞി കിഞ്ഞി കണ്ടോ എന്താ പയ്യേ, രോഗികളൊക്കെ നമുക്ക് മുടക്കണം. ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ ജീവൻ പോകുന്നാണ് പറയും. രോഗികൾ വേണ്ടേ തനക്ക് കുത്തണമെങ്കിൽ രോഗികൾ വേണല്ലോ. ആര് ജന്നെ കുത്ത് ഇജ് വാങ്ങിക്കോ. ഇത് വാങ്ങിയിട്ട് രോഗികൾ ഉണ്ടെങ്കിലല്ലേ ഇപ്പൊ ഇത് കുത്തുക. ആ രോഗികൾ ആരും ഇങ്ങോട്ട് വരണ്ട. രോഗികളില്ലെങ്കിൽ ജന്റെ മേലെ തന്നെ കുത്തുന്നോ? വാങ്ങിക്കോ. വാങ്ങിയിട്ട് ഇത് രോഗികൾ വേണ്ടേ, ഇത് നോക്കണെങ്കി രോഗികൾ വേണ്ടേ. ഇതിപ്പോ ഞങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നില്ലേ 2 ദിവസം മുമ്പ്, എന്നിട്ട് ജിം നോക്കിയില്ലേ, എന്നിട്ട് മരുന്നൊക്കെ തന്നില്ലേ. അതേപോലെ ആരെങ്കിലും നോക്കാൻ വന്നാലല്ലേ ഇപ്പൊ ഇതുകൊണ്ട് കുത്തുക. അപ്പൊ ആരും ഇങ്ങോട്ട് വരെ അയക്കൂലെന്ന്. ആ അപ്പൊ ഇഞ്ചക്ഷൻ കൊണ്ട് എന്താ കാട്ട്, ഇഞ്ചക്ഷൻ കൊണ്ട് എന്താ കാട്ട്. ആ നിർത്തിയില്ലേ, വീഡിയോ എടുക്കണ്ടെന്നോ? ആ ഉണ്ടപ്പായിനെ ഒന്നും വേണ്ടാന്ന്. ഈ പശു വേണ്ട. ആ വേണ്ട വേണ്ട നിർത്തിയേ. എന്നാലും കുഴപ്പമില്ല. അന്റെ ശരിക്ക് ഡോക്ടറായി അളാ കുടുങ്ങിയത്. ആ ഈ പൂജയായിട്ട് കുത്താൻ വരിക. ഉണ്ടപ്പായി ആണെങ്കിൽ കുട്ടികളെ പോലെ സ്റ്റെതസ്കോപ്പും സിറിഞ്ചും കിട്ടിയ പോലിവില്ല. ഞാൻ കൊറേ കാലായി ഇതൊന്നും എന്തൊരു ഐഡിയ ഉണ്ടോ നോക്കാം. ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും സിറിഞ്ച് സൽമാൻ തന്നെ വേണം. അത് കൊടുക്കാന് ആ സൂചി ഒഴിവാക്കിട്ട് കൊടുക്കും, സൂചി ഒഴിവാക്കിട്ട് കൊടുക്കും. ആ സൂചി വേണ്ട, സൂചി വേണ്ട. സാബിയ സൂചി ഒരിക്കാം. ഞങ്ങളെങ്ങാനും പിടിച്ചു വാങ്ങിയാലും വിചാരിച്ചിട്ട് എടുത്ത് ഓടുന്നത് വീടിൻ്റെ ഉള്ളിക്ക്. പോരാത്തതിന് കട്ടക്കലിപ്പും. സൂചി ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്നോട് കമ്പനി ഇല്ല. സാബിജ് എന്തിനാ സൂചി എടുക്കണ കൊടുത്ത്? ഞാൻ അതാണ് ഊരി വലിച്ചെറിയാൻ പറഞ്ഞത്. എന്നാ എന്റെ അടുത്തുള്ള എല്ലാ ഇടപാടും നിർത്തി കേട്ടോ. എന്റെ അടുത്ത് എല്ലാ ഇടപാടും നിർത്തി. ആ ഇഞ്ഞേ എന്റെ സൂചി ഇതും. പിന്നെ മക്കളെ അങ്ങോട്ട് ആരും വരരുതിട്ടോളി, രോഗികളായിട്ട് ആരും വരരുതേ. ഇവിടെ വന്നാ ജീവൻ പോവും. ആ ഇനി ഇവിടെ വന്നാ ജീവൻ പോവുക. ആ ഇന്നില്ല, എന്നെ ആരും ഞങ്ങൾ ഇനി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടോ. അഞ്ഞ് ബുക്ക് ചെയ്യാണ്ട് വിളിച്ചൂലേ, ശരിയായി തരാം കേട്ടോ. ആ നിർത്തി. ആ ഒഴിവാക്കി, എന്നാ ഞാനും ഒഴിവാക്കാം. ഓല് സ്കൂളിൽ പോയി കഴിഞ്ഞ് വന്നാലല്ലേ ഇത് നോക്ക്. ഞാനിവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സൂചി വാങ്ങിക്കണ എന്തിനാ? സൂചി വാങ്ങിക്കണ എന്തിനാ? എന്തിനാ? രോഗികളെ നോക്കാനല്ലേ. ആ അപ്പൊ ഇത് ഈ സൂചി കുത്തൂലേ? ആ അതന്നെ വേണ്ട, സൂചി ഒഴിവാക്കിന്ന് പറഞ്ഞു. സ്റ്റെതസ്കോപ്പൊക്കെ എടുത്ത് വീണ്ടും ഞാനല്ല വീഡിയോ എടുക്കാനൊക്കെ നിർത്തി. വീഡിയോ നിർത്താൻ പറഞ്ഞില്ലേ ജി? ഡോക്ടറെ അടുത്ത് വരരുതട്ടോ, ഇനി ഡോക്ടറെ അടുത്ത് വരരുതേ. ആ അതെ വേറെ ഡോക്ടർ ഉണ്ട്. ഉണ്ടപ്പായിക്ക് ഇപ്പൊ സ്റ്റെതസ്കോപ്പ് ഒക്കെ കിട്ടിയ പോലിവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ ആരെയും നോക്കാൻ കിട്ടാൻ കോഴിയുടെ പിന്നാലെ നടക്കുക.
സൽമാൻ ഞങ്ങളൊക്കെ പറഞ്ഞത് കേട്ട് സൂചി സിറിഞ്ചിൽ നിന്ന് ഒഴിവാക്കുമോ അതോ അവൻ്റെ വാശിക്ക് സൂചി കൊടുക്കനെ ഇഞ്ചക്ഷൻ ചെയ്ത് നടക്കുമോ ഇല്ലേന്നൊക്കെ അടുത്ത പാർട്ടിൽ കാണാം.